ടോപ്പ് 10 ഫ്രൂട്ട്സ് ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടി. നമ്പർ 10ലാണ് ഗ്രേപ്സ്. ഗ്രേപ്സിൽ ഷുഗറിൻ്റെ അളവ് ഒത്തിരി കൂടുതലുണ്ട്. അതല്ലാതെ നമ്മളത് ഓവർ ഈറ്റിംഗ് ചെയ്യാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അതിന് ലാസ്റ്റ് പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. നമ്പർ 9ലാണ് മാംഗോ. മാംഗോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷെ അതിലും ഷുഗർ ഒത്തിരി ഉണ്ട്. പിന്നെ അത് ടേസ്റ്റ് കൂടി നമ്മൾ ഒത്തിരി കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇതിന് 9th പൊസിഷനിലാണ് വെച്ചത്. 8th പൊസിഷനിലാണ് പോമിഗ്രാനൈറ്റ്. ഇതിലും ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതും ഒത്തിരി കഴിച്ച് ഓവർ ഈറ്റിംഗ് ആകാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഇതും 8th പൊസിഷനിൽ. 7th പപ്പായയെ അത്രയ്ക്ക് ഷുഗർ ഇല്ല, പക്ഷെ എന്നാലും അതും നമ്മൾ ഓവർ ഈറ്റിങ്ങിന് ചാൻസസ് കൂടുതലാണ്. നമ്പർ 6ലാണ് കിവി. കിവിയിൽ മോഡറേറ്റ് ഷുഗർ ആണ്, പക്ഷേ വൈറ്റമിൻ സിയും ഫൈബർ പാക്ഡ് ആണ് കിവി. അതുകൊണ്ട് അത് നമ്പർ 6ൽ. നമ്പർ 5ലാണ് ഓറഞ്ച് വളരെ നല്ല ഫ്രൂട്ടാണ്. ഷുഗറും മോഡറേറ്റ് ആണ്. പിന്നെ അതിൻ്റെ ജ്യൂസ് അല്ല, നമ്മൾ ആസ് ഇറ്റ് ഈസ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഫൈബറൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഓറഞ്ച് ആസ് ഇറ്റ് ഈസ് എപ്പോഴും കഴിക്കാൻ നോക്കുക. നമ്പർ 4ലാണ് പിയറിൽ നല്ല എമൗണ്ട് ഓഫ് ഫൈബർ ഉണ്ട്. അതുകൊണ്ട് അത് നമ്പർ 4ൽ. നമ്പർ 3ലാണ് ആപ്പിളിൽ മോഡറേറ്റ് ഷുഗർ ആണ്, പക്ഷേ അതിൻ്റെ പീലോടെ നമ്മളത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിഷ്യലാണ്. നമ്പർ 2ലാണ് ഞാവൽപ്പഴം, അല്ലെങ്കിൽ ജാമുൻ എന്നും പറയും, അല്ലെങ്കിൽ ഇന്ത്യൻ ബ്ലൂബെറി എന്നും പറയാം നമുക്കിതിനെ. ഇതിൽ ഒത്തിരി ഫൈബർ ഉണ്ട്, ഹയസ്റ്റ് ഫൈബർ കോണ്ടന്റ് ആണ്. പിന്നെ ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഒത്തിരി ബെനിഫിഷ്യലാണ്. ആൻഡ് നമ്പർ 1 ഫ്രൂട്ട് ഫോർ ഡയബറ്റിക് പേഷ്യൻസ്, ഏറ്റവും കുറവ് ഷുഗറും ഒത്തിരി ഫൈബറും പിന്നെ വൈറ്റമിൻ സി കൊണ്ട് പാക്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഗുവാവ.